അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. വാഷിംഗ്ടണിലെ ഹോട്ടലിൽ വെച്ച് നടന്ന വെടിവെപ്പിൽ അക്രമിയെ കീഴ്പ്പെടുത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥനു നേരെയും ആക്രമണം. ഇറാനുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുന്നു. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന ചർച്ചകൾ റദ്ദാക്കി ട്രംപ്. എല്ലാ സാധ്യതകളും അമേരിക്കയുടെ കൈവശം എന്ന് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ഇറാൻ ചർച്ചകൾ തള്ളിക്കളഞ്ഞതിന് ശേഷമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നത് അമേരിക്കയുമായുള്ള ചർച്ചയ്ക്കല്ല, മറിച്ച് ഉഭയകക്ഷി ബന്ധത്തിന്റെ പേരിലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറാഖ്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മാത്രമല്ല, അമേരിക്കൻ പ്രതിനിധികൾ പാകിസ്ഥാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ വിടാനായിരുന്നു ഇറാന്റെ പ്രതിനിധികളുടെ നീക്കം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് മാറിയത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വൻ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധം തകർത്ത് കുവൈത്തിലെ ക്യാമ്പ് ബ്യൂറിങ്ങിൽ ഇറാൻ പോർവിമാനത്തിന്റെ ബോംബാക്രമണവും ഉണ്ടായിട്ടുണ്ട്. ശതകോടികളുടെ നഷ്ടമാണ് അമേരിക്കക്കുണ്ടായത്. ഇസ്രായേലിനെതിരെ സൈബർ ആക്രമണം കടുപ്പിച്ച് ഹംദല ഹാക്കേഴ്സ്. ഇസ്രായേൽ സൈനികരുടെ വിവരങ്ങൾ ചോർത്തി. അതേസമയം നെതന്യാഹുവിനെതിരെ ടെൽ അവീവിൽ വൻ പ്രതിഷേധം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം നടന്നതിന്റെ ഞെട്ടിലാണ് അമേരിക്ക. വാഷിംഗ്ടണിലെ ഒരു ഹോട്ടലിൽ നടന്ന വിരുന്നിനിടെയാണ് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായത്. എന്നാൽ വധശ്രമം പരാജയപ്പെടുകയും ആക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തു. CBS ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ട്രംപുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് താൻ ലക്ഷ്യം വെച്ചതെന്ന് പിടിയിലായ പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ ട്രംപിനെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും വേഗത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വെടിവെപ്പിൽ ഉൾപ്പെട്ട മറ്റൊരാൾ കൊല്ലപ്പെട്ടതായും CNN റിപ്പോർട്ട് ചെയ്യുന്നു. പിടിയിലായ പ്രതിക്കെതിരെ ആക്രമണത്തിന് തോക്ക് ഉപയോഗിച്ചതിനും ഫെഡറൽ ഉദ്യോഗസ്ഥനെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ചതിനും വാഷിംഗ്ടൺ അറ്റോർണി ജനറൽ 2 കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംഭവം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്കപ്പെടുന്നു. ആക്രമണത്തോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഈ വധശ്രമങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുകയാണ്. സജീവമായി പ്രവർത്തിക്കുന്നവരെ മാത്രമാണ് ഇത്തരം ആക്രമണങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അല്ലാത്തവർക്ക് ഇത്തരം ഭീഷണികൾ നേരിടേണ്ടി വരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുന്ന മറ്റൊരു സുപ്രധാന വാർത്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ നിന്നും അമേരിക്ക പിന്മാറി. പാകിസ്ഥാനിൽ വെച്ച് ഇറാൻ ഉദ്യോഗസ്ഥരുമായി നടക്കാനിരുന്ന ചർച്ചകൾ അവസാന നിമിഷം ട്രംപ് റദ്ദാക്കി. സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാൾഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘത്തിന്റെ യാത്രയാണ് റദ്ദാക്കിയത്. എല്ലാ കാർഡുകളും തങ്ങളുടെ കൈവശമുണ്ട്. ഫലപ്രദമല്ലാത്ത ചർച്ചകൾക്കായി ഉന്നത ഉദ്യോഗസ്ഥരെ അയച്ച് സമയം പാഴാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇറാൻ കാര്യഗൗരവമുള്ളവരാണെങ്കിൽ ഞങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് അവർക്കറിയാം എന്നാണ് ട്രംപ് നീക്കത്തെക്കുറിച്ച് വിശദീകരിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നീക്കം തന്ത്രപരമായ നീക്കങ്ങളിലുള്ള പരാജയമാണ് എന്നാണ് വിമർശനം വരുന്നത്. കാരണം അമേരിക്കൻ പ്രതിനിധികൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ദൂതന്മാർ പാകിസ്ഥാൻ വിടാനായിരുന്നു തീരുമാനമെടുത്തത്. ഞങ്ങൾ അമേരിക്കയുമായി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്കില്ലെന്ന് അവർ കൃത്യമായി പാകിസ്ഥാന് മുന്നിൽ വിവരിച്ചിട്ടുണ്ട്. അതേസമയം ഉഭയകക്ഷി ബന്ധത്തിന്റെ ഭാഗമായി മാത്രമാണ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നതെന്നും ഞങ്ങളുടെ സന്ദേശങ്ങൾ പാകിസ്ഥാന് കൈമാറുക എന്നതുമാണ് ഉദ്ദേശമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറാഖ്ചി പറഞ്ഞു. ഗൾഫ് മേഖലയിൽ ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഗൾഫ് മേഖലയിലെ 7 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻ ആക്രമണമാണ് നടത്തിയത്. ഏറ്റവും ശ്രദ്ധേയമായത് അമേരിക്കയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന ഇറാനിയൻ F-5 പോർവിമാനം കുവൈത്തിലെ ക്യാമ്പ് ബ്യൂറിങ്ങിൽ നടത്തിയ വ്യോമാക്രമണമാണ്. ശത്രുപക്ഷത്തെ ഒരു വിമാനം അമേരിക്കൻ സൈനിക താവളത്തിൽ ആക്രമണം നടത്തുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. ആക്രമണങ്ങളിൽ അമേരിക്കൻ താവളങ്ങളിലെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സുകൾ, വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്കറുകൾ, റൺവേകൾ, അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്നിവയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടായി. അറ്റകുറ്റപ്പണികൾക്കായി കോടിക്കണക്കിന് ഡോളർ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. ഇതേസമയം ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ
ഉടൻ തിരിച്ചടിക്കാനായി വിരൽ ട്രിഗറിൽ തന്നെ ഉള്ളതാണെന്നും IRGC വ്യക്തമാക്കി. ഇറാൻ സർക്കാരും ഈ നിലപാടിനെ പിന്തുണച്ചു. ഏത് ശത്രുവിന്റെ ഭീഷണിക്കും മുന്നിൽ ഇറാൻ ഒറ്റക്കെട്ടാണെന്ന് സർക്കാർ വക്താവ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ സൻജാൻ പ്രവിശ്യയിൽ ശത്രു വിമാനങ്ങൾ വർഷിച്ച 9500-ലധികം ചെറുബോംബുകൾ സുരക്ഷാ സേന കണ്ടെത്തി നിർവീര്യമാക്കി എന്ന വാർത്തയും ഇതിനോടൊപ്പം പുറത്തുവരുന്നു. ഇസ്രയേലിന് സൈനിക തലത്തിൽ മാത്രമല്ല സൈബർ ലോകത്തും കനത്ത തിരിച്ചടികൾ നേരിടുകയാണ്. ഇസ്രായേൽ സൈന്യത്തിലെ 89-ാം ബ്രിഗേഡിന്റെ വിവരങ്ങൾ ചോർത്തിയെന്ന് അവകാശപ്പെട്ട് എഹന്തല എന്ന സൈബർ ഹാക്കിംഗ് ഗ്രൂപ്പ് രംഗത്തെത്തി. സൈനികരുടെ ചിത്രങ്ങളും വ്യക്തിവിവരങ്ങളും അവർ പുറത്തുവിട്ടു. ലോകം മുഴുവൻ ഈ കുറ്റവാളികളെ കാണുന്നുണ്ട്. ഇനി സ്വന്തം വീടുകളിൽ പോലും ഇവർ സുരക്ഷിതരല്ല എന്നാണ് ഹന്തലയുടെ മുന്നറിയിപ്പ്. അതേസമയം ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെതിരെ ജനരോഷം ശക്തമാവുകയാണ്. ഒക്ടോബർ 7 സംഭവങ്ങളിൽ ഔദ്യോഗിക അന്വേഷണ കമ്മീഷൻ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ടെൽ-അവീവിൽ തെരുവിലിറങ്ങിയത്. ലെബനാനിൽ ഹിസ്ബുള്ളക്കെതിരെ കടുത്ത ആക്രമണം നടത്താൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഗാസയിലും ലെബനാനിലും ഇറാനിലും ശത്രുക്കളെ പൂർണ്ണമായി ഇല്ലാതാക്കാം എന്ന ചിന്ത അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ കഴിവുകേടാണ് കാണിക്കുന്നതെന്ന് ഇസ്രയേൽ മാധ്യമമായ യദിയോത്ത് അഹ്റോനോത്ത് വിമർശിച്ചു. മുൻകാല പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുവാൻ ഇവർ തയ്യാറാകണമെന്നും പത്രം കുറ്റപ്പെടുത്തുന്നു.